Welcome back to the last day in Scotland. എന്തെങ്കിലും എടുക്കാനും മറന്നില്ലല്ലോ. കാമയിച്ച് അയ്യോ. സോ ഈ അപ്പാർട്ട്മെന്റാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നൈസാണ്. എനിവേ അത് റെക്കമെൻഡ്. ഇതാണ് നമ്മൾ റെന്റ് എടുത്ത വേണ്ടി. കൃഷ്ണയില കയറിയോ? ഇത് കൃഷ്ണ സ്വന്തം ഗ്ലാസ് ഒറ്റയ്ക്ക് വെറുതെ കാണാൻ ഓവറാക്കാൻ. എനിക്കിരിക്കാൻ സ്ഥലമില്ല ഗൈസ്. This is Najimon. So തണുപ്പില്ലേ വണ്ടിയില്? ഇല്ല ഇവ ക്യാമറ കോൺഷ്യസ് എന്ന് പറയാൻ പറഞ്ഞു. നമ്മൾ പോകുന്നത് എവിടെ കാട സർക്കസ് ലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. സ്കോട്ടിഷിൽ നിന്ന് ഡേ 2 ആണെങ്കിലേ സർക്കസ് ലൈനിൽ എന്താണ് ഉള്ളതെന്ന് അറിയില്ല. എവിടെ എവിടെ? ഓ അവര്. പിന്നെ നമുക്ക് കുറെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉള്ള സ്ഥലത്ത് പോകണേ. പക്ഷെ കുറെ ഫുഡ് ഇങ്ങനെ വാങ്ങി കഴിച്ച് നല്ല രസം. നമ്മളിപ്പം സർക്കസ് ലൈനിലോട്ടാണ് പോകുന്നത്. ആ പോകുന്ന റോഡ് പണ്ടൊക്കെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു റോഡിലുള്ള ജേണിയൊക്കെ. ഈ രണ്ട് സൈഡിലും കുറേ ഓട്ടം ലീസായിട്ട് നടുക്കൂടെ നമ്മളിങ്ങനെ പോകുന്നത്. എപ്പോഴോ നമ്മൾ പറഞ്ഞ കഥകളിൽ നമ്മളിങ്ങനെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ പറയാമായിരുന്നു നമ്മളെപ്പോഴാണ് ഇങ്ങനെ പോവുക, നമുക്ക് പോകണം ഇൻ ഫ്യൂച്ചറിലൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ആ ഒരു സ്വപ്നങ്ങളൊക്കെ റിയാലിറ്റിയിലോട്ട് വരുമ്പം അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാകുന്നും എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കൃഷ്ണനെ കണ്ടായിരുന്നു വൺ ടൈം. നിന്നെ കണ്ടില്ല. കാണുന്നതിന്റെ അല്ലേ നമ്മൾ തമ്മിൽ. നമ്മളെല്ലാവരും പല സ്ഥലത്തല്ലേ. നമുക്ക് ആ ഒരു ഈവൻ വർക്കിലാണേലും സംടൈംസ് വി ഡിഡ്ന്റ് ഫീൽ ലൈക്ക് വി ആർ ലൈക്ക് നമ്മളാവാത്ത ചില സമയം നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. നമുക്ക് ഇങ്ങനെയുള്ള ഗെറ്റ് ബാക്ക് ടു അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് അതൊരു ഫീലിംഗ് നമ്മുടെ അവർ ഓൺ വൈബ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ. I feel so happy. Like I feel so relaxed and relieved. ഈ 2 ദിവസമാണെങ്കിൽ ഈവൻ വിത്ത് യു ഗൈസ് ലൈക്ക് ഐ ഹാവൻറ്റ് തിങ്ക് അബൌട്ട് എനിത്തിങ്. എല്ലാം അപ്പാർട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ബാക്കി ഇങ്ങനെ വെച്ചിട്ട് ആക്ച്വലി നല്ലതാണ്. നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോട്ടാ. എല്ലാ വർഷവും എനിക്ക് വിസ ഉണ്ട്. ഐ മീൻ ഐ വിൽ കം ആൻഡ് വിസിറ്റ് യു വെരി ഓഫൻ. പറയും പോലെ ഇവള് അയർലൻഡിലാണ്. അവിടുന്ന് വന്നയാ. ഇന്റർനാഷണൽ ട്രാവൽ ആണ്. നമുക്ക് പക്ഷേ ഡൊമസ്റ്റിക് ആണ്. കൃഷ്ണ നിന്റെ അഭിപ്രായം? എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാറുള്ളത്? എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നാജിയുടെ ഫോളോവേഴ്സ് ഞങ്ങൾ രണ്ടുപേരുണ്ട് കേട്ടോ. എന്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ അഡ്വൈസ് ഇത്രയും പേരില്ലേ നാജിയനക്ക്? അതന്നെ വലിയ ബിഗ് അച്ചീവ്മെന്റ് ആണ്. അതെ, ഫാമിലീസ് എന്താ പറയാ ബാക്ക് ബോൺ ആണ്. രണ്ട് വർത്താനം കേൾക്കാം. ഞാനിപ്പോ എന്താ പറയാ, ഞാൻ മലയാളത്തിൽ തന്നെ പറയാൻ പോകുന്ന എന്തോടി പറയണേ. അല്ല കോൺഷ്യസ് ആയതല്ല, അല്ല എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. അതെ, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറയാണെങ്കിൽ നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മള് ഗ്യാദർ ചെയ്തേക്കുന്നത്. അത് പക്ഷെ പെട്ടെന്ന് ഉണ്ടായ ഒരു ഡിസിഷനാ. അതായത് ഇവക്ക് ഒരു 18th ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പൊ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നുണ്ട്, ലണ്ടനിൽ വെച്ചിട്ടാ പാർട്ടി. അപ്പൊ അതിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോവാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അപ്പൊ പിന്നെ വിചാരിച്ച് അവിടെ കാണാനെന്ന് പറയാന്
പിന്നെയും നമുക്ക് കാണാം. എനിക്കാണ് പിന്നെയും പോയി കാണാം. ഇവിടെ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. കൃഷ്ണക്ക് വരാം. അപ്പോൾ നമ്മൾ ആരും പോകാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡിൽ. ആരും പോകാത്ത മീൻസ് ഞാൻ വന്നിട്ട് ഈ അടുത്ത് വന്നു. നമ്മുടെ ഡ്രീമിൽ പണ്ടുണ്ടായിരുന്നു. നമ്മൾ പണ്ട് നഴ്സിംഗ് ഒക്കെ പഠിച്ച പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കോട്ട്ലൻഡ് ഇനിഷ്യലി. പക്ഷെ അതിങ്ങനെ ഡ്രീം ആയിട്ട് നിന്ന് ലൈക്ക് ഞങ്ങൾ എല്ലാവരും യൂറോപ്പിലെത്തി, ബട്ട് ഡിഫറെന്റ് പ്ലേസിലായി. ബട്ട് ഞങ്ങളുടെ എല്ലാ ഇനിഷ്യൽ പ്ലാൻ വെച്ച് നമ്മൾ സ്കോട്ട്ലൻഡ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശരിയാ. പറയാന് ഇനി പറയാനുള്ളത് നമ്മൾ പണ്ട് ഫ്ലാഷ് ബാക്ക് 2019 അല്ല 15 സ്റ്റാർട്ട് ചെയ്ത് നമ്മള് നഴ്സിംഗ്. സ്കോട്ട്ലൻഡ് തുടങ്ങിയത് 2009. അപ്പൊ നമ്മളല്ല നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് ഇല്ല അങ്ങനൊന്നും ഇല്ല. അപ്പൊ സ്വന്നിന് മാത്രമേ UK പോകണമെന്നുള്ള ഒരു പ്ലാനിങ് ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് സൈഡിലൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, പുറത്ത് വരണം അങ്ങനൊക്കെ ആയിരുന്നു. പിന്നെ 19 നമ്മള് പാസ് ഔട്ട് ആയി അല്ലേ? 19 നമ്മള് 4 years നമ്മൾ ശരിക്കും പാസ് ഔട്ട് ആയി. നമ്മുടെ ഗ്രാജുവേഷൻ ഓൾസോ 20th ആയിരുന്നു. ഗ്രാജുവേഷൻ 20th-നാണ്. പക്ഷെ നമ്മൾ 19 ക്ലാസ് ഒക്കെ കഴിഞ്ഞു. 2020 നമ്മൾ ഗ്രാജുവേറ്റ് ആയി. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത് 2019 സെപ്റ്റംബറിലാണ്. അല്ല നമ്മള് പരീക്ഷ കഴിഞ്ഞല്ലേ? അന്നത്തെ അല്ലേ സർട്ടിഫിക്കറ്റ് ഉള്ളത്? ഇത് പടിയാവും. ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് 20ലാണ്. എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. നമ്മൾ എന്നാലേ രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ടുള്ളൂ. സോ ലൈക്ക് ഞാൻ 2020 നേരം വൈകി ചേർത്തിയ സ്കൂളില്. എന്നിട്ടാണെങ്കിൽ നമ്മൾ പിന്നെ 2000 അത് കഴിഞ്ഞിട്ട് നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, ഹെൽത്ത് കെയർ ഇൻ പ്രാക്ടീസ്. പേരടക്കം എന്നോട് ഓർമ്മയില്ല. ആണ് ഞാൻ എല്ലാവരും ഹെൽത്ത് കെയർ ഇൻ പ്രാക്ടീസ് എന്നാ പറയാറ്. ആ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ നമുക്കൊരു 3 month ഗ്രാജുവേഷൻ കോഴ്സ്, വെർച്വൽ കോഴ്സ് ആയിരുന്നു. 3 month ഗ്രാജുവേഷൻ കോഴ്സ് ആയിരുന്നു അത്. യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡിന്റെ അത് UWSന്റെ അണ്ടറിലുള്ള ഒരു കോഴ്സ് ആയിരുന്നു. UWSന്റെ അണ്ടറിലുള്ള ഒരു ഗ്രാജുവേഷൻ കോഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മള് അത് കഴിഞ്ഞിട്ട് കൊറോണ അതൊക്കെ ആയിട്ട് കുറച്ച് all our friends, ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ജോബിന് കയറി. ഞങ്ങളാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് മറ്റേ ആ കോഴ്സിന് അപ്പൊ ഭയങ്കര ആരൊക്കെ അല്ല സ്റ്റിൽ അതിന് എല്ലാവരും തന്നെ നമ്മളെ ഇങ്ങനെ പറയാ അവരതിന് പോയി. അവര് വലിയ സംഭവമാക്കുന്ന, വലിയ ഓവർ ആക്കുന്ന, എന്തോ അതിന് ആവശ്യമൊന്നുമില്ല പറയുന്നത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡയറക്റ്റ് കേട്ടിട്ടില്ലെങ്കിലും അങ്ങനെ പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പക്ഷെ അതിന് നല്ല കുറച്ച് വാല്യൂ ഉള്ള കോഴ്സൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ലപോലെ അടിച്ചു പൊളിച്ചു. നമുക്കിവിടെ ഇറങ്ങാം. ഈ ട്രിപ്പിനെ കുറിച്ച് 2 വാക്ക് പറയോ? നല്ലോണം പറ, ശരിക്കും പറഞ്ഞോ? ഇല്ല ഞാൻ ഇടൂ. ആഫ്റ്റർ ലോങ് ടൈം എന്ന് പറയുമ്പോ 1 year കഴിഞ്ഞിട്ട് സ്കോട്ട്ലൻഡിന്റെ തെരുവോരങ്ങളിലൂടെ സഞ്ചരിച്ചോണ്ടിരുന്നു. ഓ ഇറ്റ്സ് അമേസിങ്. നമ്മളല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് മൊത്തത്തിൽ കളർ മാറണായിരുന്നേ. ഇതിപ്പോ ജസ്റ്റ് സ്റ്റാർട്ട് ഇട്ടു. 0.5x ഫോട്ടോ അല്ല, വീഡിയോസ് ചുമ്മാ. അതന്നെ എന്താണെങ്കിലും തന്നെ. This is for you. കൊരവയുടെ കല്യാണം. Wow, it's nice here. See? നമ്മള് സർക്കസ് ലൈനിലെത്തി. ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നല്ല സോ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഈ സർക്കസ് ലൈനിലൂടെ സർക്കസ് കളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മള് പാർക്ക് ചെയ്യാൻ സ്ഥലമാണ്, പേൻ പാർക്കിംഗ് ഉണ്ടായിരുന്നു. സോ നമ്മൾ പേ ചെയ്ത് പാർക്ക് ചെയ്ത് ഇപ്പം ഇങ്ങനെ നടക്കാം. അവിടെ കുറച്ച് നല്ല ഭംഗിയുള്ള സ്ട്രീറ്റാണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടുമായിരിക്കും. നല്ലതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുക.
ഞാൻ കാണിച്ചു തരാം. അൽഷോത്ത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. എന്തുവാ ഇത് തിരിച്ചടിച്ചപ്പോൾ ഓടി നടന്നു മുന്നിലോട്ട്. ജീനി ജീനി ഇതാണ് സ്വന്ന്. നീ മുമ്പിൽ ഓടിയാ ഇതാണ് കൃഷ്ണ എന്ന് ഞാൻ പറയും. ഇതാണ് കൃഷ്ണ. അയ്യോ അവിടെ തിരി സ്വന്ന അങ്ങോട്ട് നടക്കുക. എത്തേണ്ട സ്ഥലത്ത് എത്താതെയോ. Say hi to my subscribers. Sorry, the subscriber. Subscribe. Say hi to my subscriber. നമ്മളെ ചായ വാങ്ങിക്കും. നിനക്കെന്നാ വേണ്ടേ? പക്ഷെ അത് ഞാൻ ബനാന ലൊക്കേക്ക്. ഹായ് ശേഷം നിനക്കെന്നാ ആൽമണ്ട് ആണോ? ലെമണ നിനക്ക്? അയ്യോ സ്റ്റാർബക്സിന് ഞാൻ ബനാന. നല്ല ടേസ്റ്റാ. നാജിയ ഒരു ബനാന നട്ട് ലവ് കേക്കും പിന്നെ ഒരു ഫ്ലാറ്റ് വൈറ്റും കഴിക്കുവാണ്. ഇങ്ങോട്ടല്ലേ? സോ വി ആർ എൻറ്ററിങ് ടു എവിടേക്കാ? സർക്കസ് ലൈൻ. പിന്നെ നമ്മൾ അവിടെ ഒരു വിൻറ്റേജ് ടൈപ്പ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ അവിടെ ഫുള്ള് ബ്രാൻഡഡ് ഐറ്റംസ് ആയിരുന്നു. ലൂയി വിറ്റൻ, ഗുച്ചി, ബാഗായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു, പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നും വാങ്ങാതെ തിരിച്ച് സോനിയ ഷോപ്പിൽ കയറി. അവിടെ നിന്നൊരു സ്കോട്ട്ലൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റ് വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ ഒരു പാർക്ക് കണ്ടത്. അവിടുത്തെ ഏറ്റവും ഫേമസ് പാർക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. അതടുത്ത് കാസിലായിരുന്നു. നമ്മൾ അങ്ങോട്ട് കുറച്ച് നടന്നു. ഞങ്ങൾ കാസിലടുത്ത് പോയില്ല, ആ താഴെയുള്ള പാർക്കിന് അവിടെ നടന്നു. കാരണം അവിടെ കുറേ നമുക്ക് ഓട്ടം കൈൻഡ് ഓഫ് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു 2 ഡേയ്സിലെ ഫുൾ എൻജോയ്മെൻറ്റും കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ഡ്യൂട്ടി തിരക്കുകളിലോട്ട് പോവുകയാണ്.